ഹലോ, നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ടുണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ടൊരു ചമ്മന്തി തയ്യാറാക്കാം. ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോംബോയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു പിടി കൊച്ചുള്ളി, ഒരു 12 വറ്റൽമുളക്, ഒരു 15 വെളുത്തുള്ളി അല്ലി, ഒരു തക്കാളി, 2 ചെറുനാരങ്ങ, ഒരു കഷ്ണം സവാള, വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പീസ് ഓട്ടുപുളി, പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വറ്റൽമുളകും വെളുത്തുള്ളിയും മാത്രം കട്ട് ചെയ്തിട്ടില്ല. ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയിട്ട് കുരു കളഞ്ഞതിന് ശേഷം വേണം ചെറുനാരങ്ങ ചേർക്കാനായിട്ട്. ഒന്ന് സോട്ട് ചെയ്ത് അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് അതും സോട്ട് ചെയ്ത് അതിലേക്ക് സവാളയിട്ട് അതും സോട്ട് ചെയ്ത് ഇനി ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതും ചേർത്ത് അതും ഒന്ന് സോട്ട് ചെയ്ത് ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളിയിട്ട് അതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പെന്ന് പറയുമ്പോൾ സാധാരണ കറിയിലിടണേലും ഒരു സ്പെല്ലിങ് കൂടുതലിടണം. കാരണം നാരങ്ങയുണ്ട്, ഓട്ടുപുളിയുണ്ട്. അപ്പോൾ ഓട്ടുപുളിയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതായത് വാടുന്നതിലും മൊരിയുന്നതിൻ്റെയും നടുക്കായിട്ട് ഇത് നിൽക്കണം. ഇത് ഈ ഒരു പരുവത്തിൽ വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു സ്റ്റെയിനർ തവി കൊണ്ട് അതൊരു മിക്സ്ചർ ഇങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കണം, തണുക്കാൻ വേണ്ടി. ഈ സമയത്തും നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ച് വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് എണ്ണയുണ്ടല്ലോ, അപ്പോൾ ആ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിത്തീരുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടാവും. ഇത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു ഇച്ചിരിയും കൂടെ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഈ പരുവത്തിൽ കിട്ടി ക്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. ഇനി ഇത് തിരിച്ച് നമ്മുടെ കടുക് പൊട്ടിച്ച ചട്ടിയിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്യുന്ന വെച്ചാൽ ആ ചട്ടിയുടെ ചൂട് അപ്പോഴും മാറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വറ്റൽമുളകിന് ചെയ്യണമെങ്കിൽ ഇത് വറ്റൽമുളക് മാറ്റിയിട്ട് നമുക്ക് കുരുമുളക് ചേർത്ത് ഇതുപോലെ വറുത്ത് മുളകിടുന്ന സമയത്ത് കുരുമുളക് ചേർത്ത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അതും ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇത് ലഞ്ചിനും ലഞ്ച് ബോക്സിനും ചേരുന്നൊരു ചമ്മന്തിയാണ്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പാണ് ഇഷ്ടമാവും എന്നുള്ള കാര്യം. എന്താണെങ്കിലും ഇഷ്ടമായെങ്കിൽ അറിയിക്കുക. ഓക്കെ. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻജോയ്.